നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി.വി. അൻവർ രംഗത്ത്. ഷൗക്കത്തിന് വിജയാശംസകൾ നേർന്നുകൊണ്ടാണ് അൻവർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. രണ്ട് ബൂത്ത് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും, എന്തിനേറെ പറയുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലും, കേരളത്തിലെ വർഗീയത വിറ്റുകൊണ്ട് 2 മാസമായിരിക്കും SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പെട്ടെന്ന് അദ്ദേഹം നെൽമൂരിലേക്ക് പറഞ്ഞേക്കുന്നു. ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത വലിയ വർഗീയ പരാമർശം അദ്ദേഹം നടത്തുന്നു. ഈ ജില്ലയിൽ ഇവിടുത്തെ ഹൈന്ദവ സമുദായം ഒരിക്കലും അംഗീകരിക്കാത്ത സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഹൈന്ദവ നേതാക്കളും ഹൈന്ദവ വിശ്വാസികളും തന്നെ അതിനെ എതിർക്കുന്നു. അപ്പോൾ അവസാനമായി കഴിച്ച ട്രംപ് കാർഡ്, അത്രയും കൃത്യമായ വർഗീയത പറഞ്ഞ ആ വ്യക്തിയെ 3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോയി കണ്ട് സ്വീകരിക്കുന്നു. അപ്പോ എങ്ങനെയൊക്കെ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാം, അതിനെന്ത് മാർഗം? കാരണം രാഷ്ട്രീയം അവരുടെ കയ്യിൽ നിന്ന് പോയി, തൊഴിലാളികൾ അവരുടെ പക്ഷത്തു നിന്ന് കൈവിട്ടുപോയി, പാർട്ടി സഖാക്കൾ അവരെ കൈവിട്ടുപോയി. വീണ്ടും അധികാരത്തിൽ വരാൻ ഏതെങ്കിലും ഒരു നിലക്ക് കേരളത്തിലെ ഒരു കലാപ ഭൂമിയാക്കി RSSുമായി ചേർന്ന് കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് ഒരുപാട് ഗെയിമുകൾ ഇവിടെ കളിച്ചു. അതിന്റെ ഭാഗമാണ് അജിത് കുമാറും സുജിത് ദാസും ഒക്കെ എല്ലാത്തിലും പരാജയപ്പെട്ടു. കേരളത്തിലെ മതേതര നിലപാടിനെ, നിലമ്പൂരിന്റെ മതേതര നിലപാടിനെ മറികടക്കാനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പം ആ പരാജയത്തിന്റെ ഒക്കെ അടിസ്ഥാനം പാർട്ടി സഖാക്കൾ തിരിച്ചറിയേണ്ടത്, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായിസവും മരുമോനിസവും അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. ഞാൻ പിടിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ അത് കൃത്യമാണ്. CPMന് പിടിക്കാൻ പറ്റിയ വോട്ട് ഈ പറയുന്ന 65,000 വോട്ടിനടുത്താണ്. 82,000 വോട്ടുണ്ട് ഞാൻ മത്സരിക്കുമ്പോൾ. ആ 15,000 വോട്ട് പോയി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സങ്കടകരം എന്താണെന്നറിയോ? ഞാൻ ഇന്നലെ പറഞ്ഞ ക്രോസ് വോട്ട്, യഥാർത്ഥത്തിൽ ആ 10,000 വോട്ട് കൂടി തിരിച്ചിങ്ങോട്ട് വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ സ്വരാജ് തോറ്റമ്പിക്കിടക്കാണ്. ആ വോട്ട് ചെയ്ത വ്യക്തികൾ ചെയ്ത ആ പ്രവൃത്തി എന്തുമാത്രം പിണറായിസത്തെ സഹായിക്കുന്നത്. എനിക്ക് വേണ്ട, ഈ ഷൗക്കത്തിന് പോയാലും സത്യത്തിൽ ആന്റി പിണറായി വോട്ട് 10,000 വോട്ട് ആ പെട്ടിയിലേക്ക് വീണിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 50,000 ചില്ലാനമാണ് ഈ പറയുന്ന സ്വരാജ് മുഖ്യമന്ത്രി ഈ വർഗീയത മുഴുവൻ നടത്തിയിട്ട് നിലമ്പൂരിൽ നേടാൻ കഴിഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി തനിക്ക് വ്യക്തിപരമായ യാതൊരു വിരോധവുമില്ലെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ വേദനിപ്പിച്ചുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും UDFനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. UDFനെ പലതരത്തിലും സഹായിച്ചിട്ടും നേതൃത്വം തന്നെ വഞ്ചിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. തന്നെ കൂടി കൂട്ടിയിരുന്നെങ്കിൽ വോട്ട് വിഹിതം ഉയർത്താമായിരുന്നുവെന്നും ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും തങ്ങളെ ഒരു അസോസിയേറ്റ് മെമ്പറായി പരിഗണിക്കണമെന്നുമായിരുന്നു അൻവർ പറഞ്ഞു. പിണറായി വിജയന്റെ കുടുംബാധിപത്യമാണ് പ്രധാന പ്രശ്നമെന്നും അൻവർ ആവർത്തിച്ചു. സതീശനുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് തനിക്ക് യാതൊരു മടിയുമില്ലെന്നും പിണറായിസത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാണ് സതീശനെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. UDF തന്നെ അവഹേളിക്കുകയായിരുന്നുവെന്നും അൻവർ കുറ്റപ്പെടുത്തി. CPIM നേതാക്കൾ തിരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ നിന്നും പിന്നോട്ടു പോവുകയാണെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. പിണറായിസവും മരുമോനിസവുമാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി സഖാക്കളും തൊഴിലാളികളും CPIMൽ നിന്നും വിട്ടുപോയെന്നും അൻവർ ആരോപിച്ചു. RSSുമായി ചേർന്ന് കലാപശ്രമം നടന്നുവെന്ന് അൻവർ ആരോപിച്ചു. വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം, കോഴിക്കോട് മലയോര ഭാഗങ്ങൾ ചേർത്ത് പുതിയൊരു ജില്ല രൂപീകരിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. കൂടാതെ നിലവിലെ തുരങ്കപാത നിർമ്മാണം മരുമോന്റെ കൊള്ളയടിയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. 16 കിലോമീറ്റർ ദൂരം കൊണ്ട് മുണ്ടേരിയിൽ നിന്നും മേപ്പാടിയിലെത്താൻ സാധിക്കുമായിരുന്നിട്ടും ആ പാത നിർദ്ദേശം മരുമോൻ മുറിച്ചു മാറ്റിയെന്നും അൻവർ ആരോപിച്ചു. പി.വി. അൻവറിന്റെ ഈ പ്രസ്താവനകൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും. പ്രത്യേകിച്ചും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ CPIMനുള്ളിൽ ഉയരുന്ന വിമർശനങ്ങൾക്ക് ശക്തി പകരുന്നതാണ് അൻവറിന്റെ വാക്കുകൾ. UDFുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശ്രദ്ധേയമാണ്.